പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ ജോളി ലാസർ. ദിസ് മലയാളം മെസ്സേജ്. പാസ്റ്റർ ജോളി ലാസർ. ഗ്രീറ്റിംഗ് ഫ്രം UK, യുണൈറ്റഡ് കിങ്ഡം, ഷെയ്ഖ് ദ നേഷൻസ് UK. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വചനം എല്ലാവരും പ്ലീസ് ഷെയർ ദിസ് ഗോസ്പൽ ടു ഓൾ ദ പീപ്പിൾ. ഓക്കെ, ഇറ്റ്സ് എ ഗോസ്പൽ മെസ്സേജ് ഇൻ മലയാളം. I don't know whether people are watching online. Sister Lauren Mayer, God bless you. Deepa and Shiny, God bless you. The people are watching online. This is a Malayalam message, but I'll say in content in English. Okay. And our English message is already over. English message I could not see Sister Lauren Mayer. Okay. Please, yesterday, every day, it is amazing message. It was amazing service. It's going on very well. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു പാട്ട് കേൾക്കാം. പ്ലീസ് ഷെയർ ദിസ് ഗോസ്പൽ. ഓക്കെ, ഇറ്റ്സ് മലയാളം മെസ്സേജ്. ദൈവത്തിൻ പുത്രനായി ശുഭജാതനായി താൻ ക്ഷമിപ്പാൻ സ്വച്ഛന്ദൻ കീഴിച്ചു മരിച്ചവൻ നിരക്ഷിപ്പാനായി ജീവിക്കുന്നവനെന്നെ കരുതാൻ വാഴ്കയാം കുലമില്ല എത്ര തന്നെ ലോക ജീവിതം ആകുലമില്ല നാളെയെന്ന് വിധിയില്ല. അഹിയല്ല കയ്യിലെന്നോർത്താൻ അയറ്റ ധന്യനീ ലോക ജീവിതം. Just I'm sharing this gospel. അതി വേണ്ട തൻവാരങ്ങൾ കൂടെയുണ്ട്, തൻ വഴികൾ സമ്പൂർണ്ണമല്ലോ. ദോഷമായി താതൻ ചെയ്യുകയില്ലല്ലോ. കുലമില്ല എന്ന് അകിയല്ല കയ്യിലെന്നോ എത്ര നല്ല നീ ലോക ജീവിതം. അകുലമില്ല എന്ന് നീയല്ല നീയല്ല കയ്യിലെന്നോർത്താൻ എത്ര നീ ലോക ജീവിതം. ക്രിസ്ത്യൻ ലൈഫ് ഈസ് സച്ച് എ വണ്ടർഫുൾ ലൈഫ്. ക്രിസ്തീയ ജീവിതം എത്ര നല്ല ജീവിതം. ഡാൻസ് കളിക്കാം. വി ക്യാൻ ഡാൻസ്, വി ക്യാൻ സിംഗ്, വി ക്യാൻ ജംപ്. പ്രൈസ് ദി ലോർഡ്.
ഞാൻ, ശരീരനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ, അത്യുന്നതൻ തന്തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമാ. ഭീതിയില്ല എല്ലെന്നോർത്ത ആയത്ര തന്നെ ലോക ജീവിതം ആകുലമില്ല ആണെയെന്ന് ഭീതിയില്ല എനിയല്ല ലോക ജീവിതം. Praise the Lord, hallelujah. Just my sharing option is finished, okay? Everybody please share this gospel. God bless you everybody. Thank you very much. Let me connect my the connection ഒക്കെ അപ്പം വിട്ട് കിടക്കുകയായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ടൊക്കെയെന്ന് വിചാരിച്ചു. ബാറ്ററിയുടെ കുഴപ്പം. There is some problem of charging. I will be sharing gospel 30 minutes, okay? 9 o'clock. Within 9 o'clock I will finish it. ഒൻപത് മണിക്ക് ഞാനിപ്പം കർത്താവിൻ്റെ വചനം പറയുന്നത് ഞാൻ നിർത്തുന്നതായിരിക്കും. 9 മണിക്ക്. അപ്പം I will finish 9 o'clock. Just finished today English message. It was 6 o'clock, okay? 6 മണി തൊട്ട് 7:30 വരെയായിരുന്നു ഇംഗ്ലീഷ് മെസ്സേജ്. 7:30 കഴിഞ്ഞ് ഇപ്പോൾ 8 മണി 8:15 തൊട്ട് 8:15 to 9 o'clock I'm sharing Malayalam message. This is non-stop. Tomorrow I will be preaching the gospel in London, Public Street. And evening there is a gospel revival every day, non-stop. Praise the Lord. Even if I am alone for gospel revival, I will do it. Maybe today if I am seeing the people, if they are not with me, I will go alone. I will be walking by faith. Praise the Lord. Hallelujah. അതാണ് വേൾഡ് പീപ്പിളിനെ നോക്കിയല്ല നമ്മൾ കർത്താവിൻ്റെ ഗോസ്പൽ മിനിസ്ട്രി ചെയ്യുന്നത്. Whenever you are doing gospel work, we will never look at the world people, okay? Maybe the colleagues or friends or everybody, maybe pastors which they are supporting us, they will go away from us. So can we stop the gospel revival? No, we cannot stop gospel revival. This is the duty, the burden which our God gave to us. ഇതാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടിയാണ്. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരുമിച്ച് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ലെറ്റ് എവരിബഡി ജോയിൻ ടുഗദർ. അപ്പം ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് just I want to invite everybody, those who are watching online, okay? Deepa, God bless you. Sister Lauren Mayer, God bless you. Shiny, God bless you. Aju Varghese, God bless you. Catherine, you will not get anything, okay? You cannot understand anything, okay? Hindi thoda malum. I don't know much Hindi, okay? But I will be preaching in Hindi soon, okay? Give my regards to Pastor Sadish, Sister Shilpa, God bless you. Noel Livington, God bless you. Biju Manna, God bless you. Sosama, oh, God bless you, Sosama. Thank you for your comments, okay, in English message. It is a wonderful and amazing message. Praise the Lord. Hallelujah. Day by day, English message വളരെ ശക്തിയായിട്ട് പവർഫുള്ളായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. അന്ധകാശക്തി തകർക്കാൻ ശ്രമിച്ചാലും തകർക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ചിലപ്പോൾ ഇന്ന് കാണുന്നവരൊന്നും നാളെ കാണത്തില്ല, എന്നാലും കുഴപ്പമില്ല. ചിലപ്പം കാണുമില്ലാരും, ഒന്നും പ്രശ്നം. പക്ഷേ കർത്താവ്, ഗോഡ് ഓൾറെഡി സ്റ്റാർട്ട് ദ റിവൈവൽ. നോബഡി ക്യാൻ സ്റ്റോപ്പ് ദാറ്റ് വൺ. പ്രൈസ് ദി ലോർഡ്. എന്താ പറയുന്നത്? ഗോഡ് ബ്ലെസ് യു എവരിബഡി. ഓക്കെ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ടുഡേ ഐ ആം ഗോയിങ് ടു പ്രീച്ച് മാത്യു ചാപ്റ്റർ
20 verses, Matthew chapter 18 verses 20. ബുക്ക് ഓഫ് മാത്യു, ഗോസ്പൽ മാത്യു ചാപ്റ്റർ 18 വേഴ്സസ് 20. ഇതിൽ പറയുവാണേ, അത് ഇംഗ്ലീഷ് വൈ ഐ എം റീഡിങ് ഇൻ ഇംഗ്ലീഷ്, ദ പീപ്പിൾ ദോസ് ഹു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് മലയാളം, ജസ്റ്റ് യു ക്യാൻ റീഡ് ദ ബുക്സ്. ഓക്കെ, മാത്യു ചാപ്റ്റർ 18 വേഴ്സസ് 20 പറയുവാണ്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നവരൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാണ് യേശുക്രിസ്തുവിനെ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എവിടെ ചേർന്ന് കഴിഞ്ഞാലും അത് കർത്താവിൻ്റെ ശക്തി അവിടെയുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വരും. ദൈവിക ശക്തി എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യം അനുസരിച്ച് മാറത്തില്ല. ദൈവത്തിൻ്റെ ശക്തി, ദൈവിക ശക്തി എന്ന് പറയുന്നത് ഡേ ബൈ ഡേ കർത്താവിനെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മളിലേക്ക് കർത്താവിൻ്റെ ശക്തി അത് സ്ഥിരമാണ്, അത് കോൺസ്റ്റൻ്റാണ്. അത് നമ്മളിപ്പോൾ ഒറ്റയാളല്ല, 2 പേര് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഒരു സഭയാണ്. ഈ 2 people are praying together, that is a church. Praise the Lord. Bible says, in the midst of the 2 people, my presence is there, I will be there, I will be giving the answer. Praise the Lord. Hallelujah. അപ്പോൾ അതാണ് ബൈബിൾ പറയുന്നത്. അതാണ് തുടങ്ങിയത്. എന്ന് പറയുന്നത് മാത്യു ചാപ്റ്റർ 18 വേഴ്സസ് 19 പറയുവാണേ, ഭൂമിയിൽ വെച്ച് നിങ്ങൾ, ഗോസ്പൽ മാത്യു ചാപ്റ്റർ 18 വേഴ്സസ് 19 ഇതിൽ പറയുവാണേ, ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേര് യാചിക്കുന്ന ഏതൊരു കാര്യത്തിനും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്വനായ എൻ്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. അതാണ് നമുക്ക് ഏത് കാര്യമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തെക്കുറിച്ച് നമ്മൾ ഐക്യമത്യപ്പെട്ട് ഒരുമിച്ച് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് നേടിത്തരും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പം എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുള്ളൊരു വ്യക്തിയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഒത്തിരി പേരെന്നെ റിജക്റ്റ് ചെയ്ത വ്യക്തിയായിരുന്നു ഞാൻ. ഒത്തിരി പേര് ആ റിജക്ഷൻ വന്നൊരു വ്യക്തിയായിരുന്നു. ഓക്കെ, ഇപ്പം ആ റിജക്ഷൻ്റെ ഇടയ്ക്ക് തന്നെ കർത്താവ് എന്നെ പരിപാലിച്ചു. ഇന്ന് ഒരു കുഴപ്പമില്ല. റൈറ്റ് ലോർഡ്. ഞാൻ എവിടേക്ക് കർത്താവിനെ പ്രഘോഷിക്കുന്നു, പല സ്ഥലങ്ങളിലും ഒത്തിരി പേർ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം എനിക്ക് പിടിച്ചു നിൽക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പ്രാർത്ഥിക്കുന്ന ഐ ഹാവ് എ പ്രയർ ടീം. പ്രൈസ് ലോർഡ്. അപ്പം നമ്മൾ വീഴാതെ വണ്ണം നമ്മളെ കാത്ത് പരിപാലിക്കാൻ ഈ പ്രയർ ടീമിലുള്ള ആൾക്കാർക്ക് സാധിക്കും. പ്രിയമുള്ളവർ, അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത്, ഡസൻറ്റ് മാറ്റർ വേർ എവർ യു ആർ ഇൻ ദ വേൾഡ്. അപ്പം നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിലും കർത്താവിൻ്റെ ആ പ്രോമിസ് മാറത്തില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാവേണ്ടായിരിക്കും. കർത്താവിൻ്റെ പ്രോമിസ്, ഇപ്പം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാണെങ്കിൽ കർത്താവിൻ്റെ ആ പ്രോമിസ് അത് മാറത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഈ പ്രോമിസ് ഓഫ് ഗോഡ് വിൽ നെവർ ഗെറ്റ് ചേഞ്ച്. പ്രൈസ് ദി ലോർഡ്. ഹെവൻ ആൻഡ് എർത്ത് വിൽ ഗെറ്റ് പാസ് അവേ ബട്ട് മൈ വേർഡ്. അതാണ് കർത്താവിൻ്റെ വായിൽ നിന്ന് പറഞ്ഞ ആ വചനം ഒരിക്കലും മാറത്തില്ല. അത് സ്ഥിരമായിട്ട് നിൽക്കുന്ന വചനമാണ്. അത് ഇരുതല വാളിനേക്കാളും മൂർച്ചയാണ്. അപ്പോൾ കർത്താവിൻ്റെ വായെന്ന് പറഞ്ഞതാണിത്. ഭൂമി 2 പേര് ഐക്യപ്പെട്ട് യാചിക്കും. അപ്പോൾ നിങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ കുടുംബക്കാർ തമ്മിൽ 2 പേര് സ്നേഹത്തിൽ ഒരുമിച്ച്, ദൈവത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമക്കൾ ഒരേ കാര്യത്തിൽ കർത്താവ് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യവും അത് വ്യർത്ഥമല്ലെന്ന കർത്താവ് പറയുന്നത്. ബൈബിൾ പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇന്നലെ നാളെ നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് കിട്ടാൻ നമുക്ക് താമസിക്കുക. യെസ്, ഇപ്പം our prayer answer is going to get delay day by day. Then what you have to do in that one? What you have to do? If it is getting delay, we have to wait for that one. Okay. കർത്താവിൻ്റെ വചനത്തിന് മാറ്റമില്ല. ഡേ ബൈ ഡേ കർത്താവിൻ്റെ വചനം അത് നമ്മളെ ഫുൾഫിൽ ചെയ്യും. ആ കർത്താവിൻ്റെ വചനം നമ്മൾ അത് പ്രാർത്ഥിക്കുന്ന ആ കാര്യം അത് സാധിച്ച് കിട്ടും നമുക്ക്. ഇപ്പോൾ ജോലിയില്ലാത്ത ആൾക്കാർക്ക് ജോലി കിട്ടും, വീടില്ലാത്ത ആൾക്ക് വീട് കിട്ടും, ബിസിനസ് വളർച്ചയില്ലാത്ത ആൾക്ക് ബിസിനസ് വളർച്ച കിട്ടും. ഇൻ ഓൾ ദി ഏരിയസ് അവർ ഗോഡ് വിൽ ഹിയർ യുവർ പ്രേയർ ബിക്കോസ് ദ ഹെവൻ ആൻഡ് എർത്ത് വിൽ ഗെറ്റ് പാസ് അവേ ബൈ മൈ വേർഡ്. എൻ്റെ വായിൽ നിന്ന് പറയുന്ന വചനം അതൊരിക്കലും ഫലമില്ലാതെ തിരിച്ചു വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്നെ വാച്ച് ചെയ്യുന്ന എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരണം എങ്കിൽ, if our God want to give our prayer answer, there are certain few things we have to follow in our mind, in our life. ഇതിൽ മാത്യു ചാപ്റ്റർ 18 വേഴ്സ് 6 പറയുവാണേ, അത് മത്തായി സുവിശേഷം മാത്യു ചാപ്റ്റർ 18 വേഴ്സ് 6 പറയുവാണേ, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയൊരു ഒരുത്തിന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികൽ കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ തള്ളിക്കളയുന്നത് അവന് നന്ന്. അതാണ്. അപ്പം ഏതെങ്കിലും ഇപ്പം കർത്താവിനെ വിശ്വസിക്കുന്ന ഈ ഇപ്പം നമ്മുടെ ചർച്ച ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ, ഇപ്പം കർത്താവിനെ വിശ്വസിച്ച ആൾക്കാർ തന്നെ മറ്റുള്ളവരെ വളർച്ചയ്ക്ക് എതിരായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജെൻറ്റേൽസിൻ്റെ കാര്യം കർത്താവ് നോക്കത്തില്ല. കർത്താവ് ഏത് സമയം നോക്കുന്നത് ദൈവമക്കൾ നമ്മൾ പ്രാർത്ഥിച്ച്, ഗോഡ് ഓൾവേസ് ലുക്കിംഗ് അറ്റ് ദ പീപ്പിൾ ദോസ് ഹു ആർ ബോൺ അഗെയിൻ, ഓക്കെ, വെദർ ദേ ആർ ഡൂയിങ് റൈറ്റ് ഓർ നോട്ട്. നമ്മൾ ശരിയായിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നാണ് കർത്താവ് നോക്കുന്നത്. അപ്പം നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് കർത്താവ് പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയൊരിൽ, കർത്താവ് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ആ കർത്താവിൽ വിശ്വസിക്കുന്ന മറ്റുള്ളവരുടെ ഇപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിൽ ഏത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരാൾ കർത്താവിന് അന്യഭാഷയൊക്കെ പറയുന്നതാണ്, അവരെപ്പറ്റി നമ്മൾ ചിലപ്പോൾ അതിനെപ്പറ്റി മോശം പറയുക, സോഷ്യൽ മീഡിയയിൽ നമ്മളതിനെ കാര്യങ്ങൾ നമ്മൾ എഴുതുക, അവരെ തകർക്കാനായിട്ട് ശ്രമിക്കുക, അവരെ ഡിസ്കറേജ് ചെയ്യുക. ഇപ്പം ഞാനൊക്കെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ വന്നു കഴിഞ്ഞപ്പം ആ തുടക്കത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നേ. സോഷ്യൽ മീഡിയയിൽ അവർ പറയുക, പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പറഞ്ഞ് എഴുതി കൊടുക്കുക. അപ്പം അങ്ങനെയെങ്കിലും എൻ്റെ മനസ്സിനെ, മൈ മൈൻഡ് ഷുഡ് ഗെറ്റ് വീക്ക്. ദാറ്റ് ഈസ് വാട്ട് ദേ ആർ തിങ്കിങ്. റൈറ്റ്? ദാറ്റ് വിൽ നോട്ട് ഹാപ്പൻ. റൈറ്റ്? അത് ഒരിക്കലും സംഭവിക്കത്തില്ല. എൻ്റെ മൈൻഡ് ഒരിക്കലും വീക്കാകത്തില്ല. കർത്താവിൻ്റെ ഒരു 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 ടച്ച് കിട്ടിയ ഒരാളുടെ മൈൻഡ് ഒരിക്കലും വീക്കാകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് ഏറ്റവും അതാണ് നമ്മളിപ്പം ആത്മീയ വർധന പ്രാപിക്കണം. ക്രിസ്തുവിന് തലയോളം വളരാൻ ശ്രമിക്കണം. നമ്മൾ വചനമാവുന്ന പാല്, കുട്ടികൾക്കാണ് പാല് കൊടുക്കുന്നത്. വലുതാകുമ്പോൾ നമ്മൾ വചനം വായിക്കും തോറും നമ്മൾ ആത്മീയ വർധനവായിരിക്കുവാണ്. ഡേ ബൈ ഡേ നമ്മൾ വചനത്താൽ ശക്തിപ്പെടുകയാണ്. അപ്പോൾ ആർബീനെ വർധന പ്രാപിക്കുമ്പോൾ കർത്താവിലുള്ള അറിവ് നമുക്ക് ലഭിക്കുകയാണ്, ആ വിസ്ഡം കിട്ടുകയാണ്, നോളജ് കിട്ടുകയാണ്. അപ്പം കർത്താവാണെന്ന തലയോളം നമുക്ക് വളരുവാനുള്ള ആ ഒരു തലയോളം നമുക്ക് വളരാനുള്ള അവസരങ്ങൾ കിട്ടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം വലിയ കർത്താവിൻ്റെ തലയോളം വളരുവാനായിട്ട് നമുക്ക് അവസരങ്ങൾ നമുക്ക് കിട്ടിയ പരിശുദ്ധാത്മാവ് ഒരുപാട്. അപ്പോൾ പൗലോസ് എങ്ങനെയാണ് പ്രാർത്ഥിക്കുമ്പം മൂന്നാം സ്വർഗങ്ങളിലേക്ക് പൗലോസിൻ്റെ ആത്മാവ് എടുക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാർത്ഥനയിലും ദൈവത്തോടുള്ള ബന്ധത്താൽ കർത്താവെന്ന തലയോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ മിസ്റ്ററി നമുക്ക് ചെന്ന്, തല എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ മനുഷ്യൻ്റെ തലയല്ല, മറിച്ച് കർത്താവിൻ്റെ ആ മിസ്റ്ററി, ദ ഹെവൻലി മിസ്റ്ററി നമുക്ക് അവിടെ റീച്ച് ചെയ്തിട്ട് എത്താനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹെവൻലി മിസ്റ്ററി അത് ഈ പൗലോസിനാണ്. ഇപ്പം അത് ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മുടെ ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ യഹൂദന്മാർക്ക് വേണ്ടി യേശുക്രിസ്തു വന്നതെന്നൊക്കെ പറഞ്ഞു. യഹൂദന്മാർ വചനം കേട്ടില്ല. ഓക്കെ, യഹൂദന്മാർ എങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത് യഹൂദന്മാർക്ക് വേണ്ടി വന്നതാണ്. അങ്ങനെയല്ല, ആ ലോകസ്ഥാപനത്തിന് മുമ്പേ വചനം മറ്റുള്ളവർക്ക് എത്തണം എന്ന് പിതാവായ ദൈവം യേശുക്രിസ്തുവിൽ മുൻനിയമിച്ചിരുന്നത്. ഓക്കെ, നമ്മളെല്ലാവരും ദത്തെടുക്കപ്പെടണമെന്ന്. അത് പിന്നീട് പൗലോസിന് വെളിപാട് കിട്ടുകയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസിന് വെളിപാട് കിട്ടുന്ന ഈ ക്രിസ്തു എന്ന തലയോളം വളരുവാനുള്ള കൃപ കർത്താവ് കൊടുത്തു, പൗലോസിന് കൊടുത്തു. ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ എടുക്കേണ്ടത്. ക്രിസ്തു എന്ന തലയോളം വളരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വചനത്തിൻ്റെ വെളിപാടും കർത്താവിൻ്റെ വചനം പഠിക്കുമ്പോഴുള്ള ആത്മീയ വർധന. അപ്പം നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് നമ്മൾ ഇടർച്ച വരുത്തിയാൽ, മറ്റുള്ളവരെ നമ്മൾ ശല്യപ്പെടുത്തി ഏതെങ്കിലും ചർച്ച് വളരുന്നതിനെതിരായിട്ട് അവർക്കെതിരെ പ്രവർത്തിക്കുവാനും, ചർച്ച് പാസ്റ്ററിനെതിരെ എന്തെങ്കിലും പറയുവാണെങ്കിൽ, അതേപോലെ തന്നെ ഏതെങ്കിലും ചർച്ച് മെമ്പേഴ്സിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ഈ ആത്മീയ വാർത്ത പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ് നമുക്കൊന്നും ചെയ്യത്തില്ല. കാരണം അവർ ദൈവത്തിൻ്റെ അഭിഷേകത്തിലാണ്, നമ്മൾ അഭിഷേകത്തിൽ. നമ്മൾ ഒരഭിഷേകത്തിനെ വി കനോട്ട് ഏബിൾ ടു കണ്ടം എനിബഡി. പറയത്തിലോൾ. നമുക്കൊരാളെ വിധിക്കാനായിട്ട് നമുക്ക് അധികാരമില്ല. വി ആർ നോട്ട് പെർമിറ്റഡ് ടു condemn anybody. Only God can condemn you and me. If you are doing anything against God, our God, we have to go and stand in front of the
God. Praise Lord. The end of the time. അപ്പം നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമ്മൾ മറ്റുള്ളവർക്കെതിരെ നമ്മൾ ഒരേ ഒരു കാര്യം, മറ്റുള്ളവർക്കെതിരെ നമ്മൾ ഒന്നും പറയരുത് പ്രിയമുള്ളവർ. ഒരാൾക്കെതിരെ ഒരാൾ, പ്രത്യേകിച്ച് ഒരു ദേവദാസനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകരുത്. പ്രൈസ് ലോർഡ്. ഒരാൾക്കെതിരെ നമ്മളൊന്നും പറയാനായിട്ട് പോകരുത്. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള അനുഗ്രഹം മാറും, കർത്താവ് മാറ്റിക്കളയും. അപ്പം നമ്മളങ്ങനെ ചെയ്യരുത്. അപ്പം ഇന്ന് പലരുടെയും പ്രെയറിന് ആൻസർ കിട്ടാത്ത കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്കെതിരെ പറയുന്നു, മറ്റുള്ളവർക്കെതിരെ മോശങ്ങൾ പറയുന്നു, അവർ വളർച്ചയ്ക്കെതിരെ നമ്മൾ നിൽക്കുന്നു, അവരുടെ പ്രവർത്തനത്തിനെതിരെ നമ്മൾ സംസാരിക്കുന്നു. ഇങ്ങനത്തെ ഈ അവസ്ഥയിലൊക്കെ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ ആ അഭിഷേകമാണ് നമ്മളിൽ നിന്ന് പോകുന്നത്. പിന്നെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് കർത്താവ് ഉത്തരവാദിത്തമൊക്കെ തരാനായിട്ട് പറ്റത്തില്ല പ്രിയമുള്ളവർ. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ അതാണ് ഐസയെ പറയുന്നത്, സാംസി പറയുന്നത്, യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പുകൾ ധ്യാനിക്കുന്ന ഭാഗ്യവാന്മാർ. അപ്പം നമ്മൾ കർത്താവിൻ്റെ ന്യായപ്രമാണത്തെ നമ്മൾ ധ്യാനിക്കണം, രാപ്പകൽ നമ്മൾ ധ്യാനിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം നമ്മൾ എല്ലാ മേളും കർത്താവ് നമ്മളെ വർദ്ധിപ്പിക്കും, എല്ലാ മേളും നമ്മൾ വർദ്ധിച്ച് ഫലപുഷ്ടമാകും. കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നവരെയും കർത്താവിനെതിരെ പ്രവർത്തിക്കുന്നവരെയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കർത്താവ് വരെ ശിക്ഷിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഗോസ്പൽ റിവൈൽ നടത്തുവാണ്, വിത്ത് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇപ്പോൾ ആരെങ്കിലും തടസ്സപ്പെടുത്താൻ ശ്രമിക്കുവാണെങ്കിൽ നമ്മൾ ഒരു അപ്പോസ്തല പ്രവൃത്തി ആക്ട്സ് ഓഫ് ദ അപ്പോസ്തലസ് ചാപ്റ്റർ 13 verses 1 onwards, 13 verses 1 onwards, ജസ്റ്റ് ഐ വോണ്ട് റീഡ്. ഓക്കെ, ആക്ട്സ് ഓഫ് ദ അപ്പോസ്തലസ് ചാപ്റ്റർ 13 verses 1 onwards. അതിൽ പറയുകയാണെങ്കിൽ അന്ത്യോക്യയിലെ സഭയിൽ ബർണബാസ് നിഗർ എന്നു പേരുള്ള ശിമോൻ, കുറോനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവിനോട് കൂടെ വളർന്ന മനായൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടന്മാരും ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഒരു പോയിന്റ് പറയാനായിട്ടാണ് ഇത് കുറച്ച് വായിക്കുന്നത്. ഓക്കെ, കർത്താവിന് ദൈവവേല തടസ്സപ്പെടുത്തി എന്ത് കിട്ടുന്നു, എന്ത് കർത്താവ് എന്നെ ചെയ്യുമെന്ന് അറിയാനായിട്ട് ജസ്റ്റ് വായിക്കുവാണേ ഇത്തരം കാര്യങ്ങളെ. അപ്പോൾ അതിൽ പറയുവാണേ, ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 13 verse 2 പറയുവാണേ, അവർ കർത്താവിനെ ഉപദേശിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വിട്ട് വേർതിരിപ്പാൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പ്രൈസ്. അത് ഇത് പണ്ട് കാലത്ത് നമ്മുടെ സവിശേഷം പ്രസംഗിക്കുമ്പം അത് ആദ്യമേ നൂറ്റാണ്ടുകളായിക്കോട്ടെ ഇപ്പോഴായിക്കോട്ടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ചെയ്ത് കഴിയുമ്പോൾ കർത്താവ് അതിൻ്റെ വേലയ്ക്ക് വേണ്ടി മാറ്റി നിർത്താനായിട്ട് അവരുടെ അഭിഷിക്തന്മാരോട് പറയും, പാസ്റ്റർമാരോട് പറയും. ഇന്നത്തെ ചർച്ചകളിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എൻ്റെ പൊസിഷൻ ഞാൻ ഇത്രയും പേരും ചെയ്തു, I did this much job, what is my position, what benefit I will get it? Praise the Lord. What benefit I will get it? The people are thinking like that. എന്നോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റും കിട്ടത്തില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെന്നൊരു ചെയ്യണമെന്ന് ഞാൻ പറയും. പ്രൈസ് ദി ലോർഡ്. കാരണം വെച്ചാൽ മിനിസ്ട്രിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന എന്ത് ബെനിഫിറ്റ് കിട്ടുമെന്ന് അവർ ചോദിക്കുന്നത്, എന്ത് ബെനിഫിറ്റ് കിട്ടുമെന്ന് അവർ ചോദിക്കുന്നത് മിനിസ്ട്രിക്ക് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ അൺകണ്ടീഷണലായിട്ട് കർത്താവിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യണം, അൺകണ്ടീഷണലായിട്ട് ദൈവവേലയ്ക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്യണം. കർത്താവിന് ഒരു ബെനിഫിറ്റും ഒന്നും നോക്കരുത്. നമ്മളെ അന്ധകാരത്തിൽ വെടിവെച്ച് നമുക്ക് രക്ഷ തന്ന ഈ കർത്താവിനെ അൺകണ്ടീഷണലായിട്ട് നമ്മൾ സെർവ് ചെയ്യേണ്ട തയ്യാറാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ എല്ലാ ഇരുണ്ട വെള്ളവും മധ്യാഹ്നം പോലെ കർത്താവ് നമുക്ക് തുറന്നു വരും. പ്രൈസ് ലോർഡ്. അതിൽ പറയുവാണെങ്കിൽ അതിൽ ചെറിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല പറയുന്നത്, ഇരുണ്ട വേളകൾ. അപ്പോൾ അവൻ ആറ്റിരിക്കും നട്ടുന്നതും, അത് സാംസ് 1 verse 3 പറയുവാണേ, അവൻ ആറ്റിരകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇടപാടാത്തതുമായി വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പം കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് പറഞ്ഞത്. ഇപ്പം എൻ്റെ ടോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കർത്താവിൻ്റെ ദൈവവചനത്തെ അർത്ഥപ്പെടുന്ന ആൾ. ഇപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആക്ട്സ് ചാപ്റ്റർ 13 verses 1 and 2, അത് പൗലോസിനെയും അതുപോലെ തന്നെ ബർണബാസിനെയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മാറ്റാനായിട്ട് പിന്നെ പരിശുദ്ധാത്മാവ് ഓൾറെഡി വെളിപാട് കൊടുത്തു. അതനുസരിച്ച് അവരെ രണ്ടുപേരും മാറ്റി. തുടർമാനോട്ട് പറയുവാണേ, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 3 verses 13 verse 3 പറയുവാണേ, അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു, അവരെ പറഞ്ഞയച്ചു. പ്രൈസ് ലോർഡ്. അപ്പോൾ അവരെ മൂപ്പന്മാർ ഇവരെ കൈവച്ച് ഇവരെ പറഞ്ഞയക്കും, ശുശ്രൂഷയ്ക്ക് വേണ്ടി പറഞ്ഞയക്കുന്നു. തുടർമാനോട് പറയുവാണേ, കൈവച്ച് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിന് നിറവ് കിട്ടി, ശക്തി കിട്ടി. പ്രൈസ് ലോർഡ്. എന്നാൽ ഞാൻ ഇഫ് എനി ഓഫ് ദ man of God or woman of God laying your hand to anybody, any of the pastors, if they are laying their hand to anybody, they will get the anointing from the Holy Spirit. Praise Lord. അല്ല, ഇത് പറയുവാണേ,
അങ്ങനെ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാന്മാർ അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രസ് ദ്വീപിലേക്ക് പോയി. അപ്പോൾ ഇനി പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമേ. ആക്സ് ചാപ്റ്റർ 13:6 പറയണേ, അവർ ദ്വീപിൽ കൂടി പാമ്പോസ് വരെ ചെന്നപ്പോൾ വേറെ യേശു എന്ന് പേരുള്ള യഹൂദനെ ഒരു കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു. ഇതാണ് എവിടെ ഇതിപ്പോൾ ബൈബിൾ ഞാൻ എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ചാൽ കർത്താവിൻ്റെ വേല തടസ്സപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോണ കാര്യങ്ങളാണ്. ഇപ്പോൾ പൗലോസ് അതുപോലെ തന്നെ ബർണ്ണബാസൊക്കെ വളരെ ശക്തി നിൽക്കുക കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുക കർത്താവിന് വേണ്ടി. അവർ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുക, ഒരു സിറ്റിയിൽ നിന്ന് മറ്റു സിറ്റിയിലേക്ക് കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട് പോവുക. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കള്ളപ്രവാചകന്മാർ അവരുടെ വചനത്തെ തടസ്സപ്പെടുത്താനായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അവർ ദ്വീപിലേക്ക് പാമ്പോസ് ചെന്നപ്പോൾ ഒന്ന് വേറെ യേശു എന്ന് പേരുടെ കള്ളപ്രവചന വിദ്വാനെ കണ്ടു. അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോട് കൂടെ ആയിരുന്നു. അവൻ ബർണ്ണബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. ഓക്കെ, ദേശാധിപതി ഇത് കർത്താവിൻ്റെ ശക്തി കേട്ടു. കർത്താവിനെ പറ്റി പറയുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു, വീര്യപ്രവൃത്തി നടക്കുന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ദേശാധിപതി വിളിച്ചു, ഈ ബർണ്ണബാസിനും പൗലോസിനും വിളിച്ചു, ഒന്ന് പ്രാർത്ഥിക്കണം പ്രയത്തിലോ എന്ന് വെച്ച് വിളിച്ചു. അപ്പോൾ അവിടെ ഈ കള്ളപ്രവാചകൻ്റെ പൈസ പോകും, തട്ടിപ്പ് നടത്തുന്നവരുടെ പൈസ. ദൈവവചനം എവിടെ ചെല്ലുന്നുണ്ട് അവിടെ തട്ടിപ്പ് നടത്തുന്നവരുടെ വഞ്ചനയും തട്ടിപ്പും പോകും. ഈ അധികാരത്തിൽ ഇരിക്കുന്ന അപ്പം ചർച്ച്, ഞാൻ ഉദാഹരണം പറയുകയാണ്, ചർച്ച് ഒരിക്കലും വളരത്തില്ല ഈ അധികാരം മാത്രം നോക്കിയിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ചുറ്റുമുണ്ടെങ്കിൽ. നിങ്ങൾ പാസ്റ്റായി നിങ്ങൾ ഒറ്റ ആളിൽ 2 പേരോ ഉള്ളെങ്കിലും കർത്താവ് നിങ്ങളെ വർദ്ധിപ്പിക്കുമ്പോഴേ ഉള്ളൂ, ചർച്ച് വളരത്തില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ചർച്ചിന് ഉടങ്കോല് വെക്കുന്ന ആൾക്കാരുണ്ടായെങ്കിൽ ഈ അധികാരം നോക്കി എൻ്റെ സ്ഥാനം എൻ്റെ പൊസിഷൻ എന്നാ നോക്കി നിൽക്കുന്നവർക്ക് അങ്ങനെ നോക്കിയാൽ ചർച്ച ഒരിക്കലും വളരത്തില്ല. അവർ പറയുവാണേ, ആ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയിൽ കൂടിയായിരുന്നു. അവൻ ബർണ്ണബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. തുടർന്നോട് പറയണേ, എന്നാൽ ഏലീമാസ് എന്ന വിദ്വാൻ, ഇതാവുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം, അവനൊരു വിദ്വാൻ, അവരോട് എതിർക്ക് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം താഴ്ത്തുകളായി നിർമ്മിച്ചു. അതാണ് കർത്താവിൻ്റെ വചനത്തിനെതിരെ അവർ എതിർത്ത് നിന്ന് ദേശാധിപതി എടുത്ത് കർത്താവിൻ്റെ വചനം എത്തുന്ന തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ് ഈ വേറെ യേശു എന്ന് പറയും കള്ളപ്രവാചകൻ. അത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ഏതെങ്കിലും ചർച്ചുകളിലും നിങ്ങൾ ആരെങ്കിലും കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നത് ഒന്നിൽ കൂടുതൽ ആരെങ്കിലും നല്ലതായിരുന്നു നിങ്ങളുടെ പുറകെ പറഞ്ഞ് നടക്കുവാണെങ്കിൽ അവർ നിങ്ങളെ പറ്റിക്കാനുള്ള വേറെ യേശുമാരാണ്. പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ ഈ കുറിച്ച് വെച്ചു നിങ്ങളുടെ പുറകെ നടന്ന് ഞാൻ എത്രയും ചെയ്തില്ല, എൻ്റെ ബെനിഫിറ്റ് എന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ചർച്ചിൽ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർ നിങ്ങളെ ഞാൻ എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെറുതായിട്ട് കേട്ട് അങ്ങനെ ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് അവരുടെ അടുത്ത് ഓടി കയറണം. അവരെല്ലാം കർത്താവിന് നമ്മളിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. നമ്മുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് അവർ. അതിൽ നമ്മൾ ഇവരുടെ അടുത്ത് നമ്മൾ ഓടി അകലണം നമ്മൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ അഭിഷേകമുള്ള ആൾക്കാർ എവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് അഭിഷേകമുള്ള ആൾക്കാരുടെ കൂടെ സംസാരിക്കുകയുള്ളൂ. പ്രൈസ് ലോർഡ്. അഭിഷേകമുള്ള ആൾക്കാരുടെ കൂടിയേ സംസാരിക്കത്തുള്ളൂ, അല്ലാത്ത ആൾക്കാരായിട്ട് സംസാരിക്കത്തില്ല. പ്രൈസ് ലോർഡ്. അപ്പോൾ അല്ലാത്ത ആൾക്കാരായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം ഉയരും ചെയ്യും. ഇപ്പോൾ പൗലോസൊക്കെ ബെറോയിച്ച് പറയുന്ന പോലെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും ചെയ്യുന്ന നിൽക്കുവാണെങ്കിൽ അവരെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാത്താനി ശക്തികൾ ചെയ്യുന്ന ആൾക്കാർ അവരെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ എത്ര ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ സാത്താനി ശക്തി ഉള്ള കാരണം നമുക്ക് ഒരു അത്ഭുതം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഈ സാത്താനി ശക്തി നമ്മളെ കീഴ്പ്പെടുത്തും. അപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർത്താവിൻ്റെ വചനം എത്തിപ്പെടുന്നതിന് എവിടെ തടസ്സം വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചർച്ചിൻ്റെ അസിസ്റ്റൻറ്റ് പാസ്റ്റർ ആണെങ്കിലും ആരാണെങ്കിലും കർത്താവിൻ്റെ വചനം എത്തിപ്പെടുന്നതിന് അവർ തടസ്സമായിട്ട് എവിടെ നിൽക്കുന്നുണ്ടോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ട് ഓടണം. അപ്പം കർത്താവിൻ്റെ ആ വചനം പിന്നെ അവർക്കെതിരെ കർത്താവിൻ്റെ വചനം ഉപയോഗിച്ച് നമ്മൾ ശാസിക്കണം. അതാണ് പറ്റിയത്. ഇങ്ങനെ ഇവിടെ തുടർമാനോട് വായിക്കണം നമുക്കറിയാം. എന്നാൽ ഏലിമാസം വിദ്വാൻ ഏതായാലും അവൻ്റെ പേരിനർത്ഥം അവരോട് എതിർത്ത് നിന്ന് യേശാദിയുടെ വിശ്വാസം തകർത്ത് കളയാൻ ശ്രമിച്ചു. കർത്താവിൻ്റെ വചനം എത്തുന്നതിനായിട്ട് തടസ്സപ്പെടുത്തി നിൽക്കുവാൻ ശ്രമിച്ചു. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ പറ്റി പറയുവാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്യുന്ന തടസ്സപ്പെടുത്താനായിട്ട് നിൽക്കുന്നു.
ഓക്കെ, ഷെയറിങ് ഓപ്ഷൻ കളയാനായിട്ട് ശ്രമിക്കും. ഇതൊന്നും നടക്കത്തൊന്നുമില്ല, അവരെ തട്ടിപ്പരിപാടി ഒന്നും നടക്കത്തില്ല, അവർ തന്നെ താഴ്ന്നു പോകുള്ളൂ. പറയുവാണേ, തുടർന്ന് പറയുന്നു, അപ്പോൾ പൗലോസ് എന്ന് പേരുള്ള ശൗൽ പരിശുദ്ധാത്മാ പൂർണ്ണമായി അവനെ ഉറ്റുനോക്കി, ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാണ്, അവരുടെ നേരെ സൂക്ഷിച്ച് നോക്കുവാണ്. തുടർന്ന് പറയുകയാണ്, ഹേ സകല കപടവും സകല ദൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവെ, കർത്താവിൻ്റെ നേർവഴികളെ മരിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ. ഇതാണ് സകലത്തിൻ്റെയും ശത്രു എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ വചനം ഇതാണ്, എന്നെ തൊടുന്നവനെ എൻ്റെ നിങ്ങളെ തൊടുന്നവനെ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നു, കർത്താവ് പറഞ്ഞാണ്. അപ്പം കർത്താവിൻ്റെ വചനം ആര് പ്രസംഗിച്ചു കഴിഞ്ഞാലും ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരെയാണ്. ആര് ആ വചനം സ്പ്രെഡാകുന്നതിനെതിരെ ആര് പ്രവർത്തിച്ചാലും ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് എതിരായിട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരായിട്ട് ചെയ്യുവാണെങ്കിൽ ആ കർത്താവ് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കർത്താവിനെതിരെ ചെയ്യുന്നതായിട്ട് കർത്താവ് കാണുന്നത്. പ്രൈസ് ലോർഡ്. അപ്പോൾ അതിൽ നിന്നുള്ളവർ കർത്താവ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമ്മളൊരു ചെയർ ഈസ് വെരി ഗുഡ്. ഓക്കെ, മൈ ചെയർ ഈസ് സോ കംഫർട്ടബിൾ. ഓക്കെ, ഇഫ് ഐ സിറ്റിംഗ് സംടൈംസ് ഐ വിൽ ഗെറ്റ് സ്ലീപ്പ്. അപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറയുന്നത്, അപ്പം ഓൾറെഡി പരിശുദ്ധാത്മാ പൂർണ്ണനായിട്ട് പൗലോസ് പറയുവാണ്. അപ്പോൾ ആ കപട പ്രവാചനം സകല കപടവും സകല ദൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവെ, കർത്താവിൻ്റെ നേർവഴിയെ മറിച്ച് കളയാൻ നീ മതിയാക്കുകയില്ലയോ. ഇതാണ് പറയുന്നത്, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ച് കളയാൻ നീ മതിയാക്കുകയില്ലയോ. നിങ്ങൾക്ക് യു ആർ നോട്ട് സ്റ്റോപ്പിംഗ്, യു ആർ ബ്ലോക്കിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. ഐ എം പ്രീച്ചിങ് ദ വേർഡ് ഓഫ് ഗോഡ്, വി ആർ ട്രൈങ് ടു block that one. If you are blocking this block, beyond that block, these blockings and everything we can break in the name of Jesus Christ. അതാണ് പറയുന്നത്. പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൈ നിൻ്റെ മേൽ വീഴും, കർത്താവിൻ്റെ ശിക്ഷ നിൻ്റെ മേൽ വീഴും. ഇപ്പം തന്നെ കർത്താവിൻ്റെ ശിക്ഷ നീ കാണും. അദ്ദേഹത്തിൽ പറയുവാണെങ്കിൽ കർത്താവിൻ്റെ ശിക്ഷ നിൻ്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കർത്താവിൻ്റെ ശക്തി അറിയാനുള്ള ഒരു വഴി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുക്കുകയാണ്. കർത്താവിൻ്റെ ശക്തി അറിയാനായിട്ടുള്ള ഒരു വഴി ദൈവത്തിന് പരിശുദ്ധാത്മാവ് കൊടുക്കുകയാണ്. അത് പറയുവാണെങ്കിൽ കർത്താവിൻ്റെ കൈ നിൻ്റെ മേൽ വരും. പ്രൈസ് ലോർഡ്. നീ ഒരു സമയത്തിട്ട് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും. പ്രൈസ് ലോർഡ്. നീ ഒരു സമയത്ത് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഉരുട്ടും അവൻ്റെ മേൽ വീണു, കൈ പിടിച്ച് നടത്തുന്നവരെ തിരിഞ്ഞുകൊണ്ട് അവൻ തപ്പിതാണ്. ഇത് തന്നെയാണ് പൗലോസിന് പറ്റിയത്. പൗലോസ് നമുക്കറിയാം. പൗലോസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് നമ്മൾ വായിക്കുവാണെങ്കിൽ നമുക്കറിയാം, പൗലോസ് ഇങ്ങനെ 7 അധ്യായത്തിലും 8 അധ്യായത്തിലും ആക്ട്സ് ചാപ്റ്റർ 7, ചാപ്റ്റർ 8, in all the places what he was doing, he was prosecuting the people, the children of God, the church of God. The Paul was prosecuting. After that what was happening? And ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ടച്ച് ചെയ്തു. തുടർമാനായിട്ട് നമ്മൾ വായിക്കുവാണെങ്കിൽ അദ്ദേഹം ഒരു സമയത്ത് അന്ധനായിപ്പോയി. ഈ അന്ധനായ വ്യക്തിയാണ് ഈ കർത്താവിൻ്റെ ശക്തി അറിഞ്ഞപ്പോൾ ഒരു സമയത്ത് കർത്താവിൻ്റെ വചനത്തെ ദുഷിച്ച ഒരു യേശുവായിരുന്നു പൗലോസ്. ഇഫ് യു ആർ റീഡിങ് ദ early the chapter, the Apostle chapter 7 and 8, we can see, I can say the name of the Apostle Paul, he was the യേശു. He was like a യേശു. He was not allowing to spread the word of God to the Gentiles, to the people. He was blocking the church of God to spread the gospel when they are spreading the gospel. അതാണ്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇപ്പം കർത്താവിൻ്റെ ശക്തി അറിഞ്ഞ് അന്ധനായിത്തിരുന്ന പൗലോസ് അപ്പം കർത്താവിൽ കാഴ്ച കിട്ടി. ഇത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ ഈ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ അഭിഷേകം ചെയ്തു. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ അയക്കുന്നു, ബർണബാസിനെ അയക്കുന്നു. അങ്ങനെ ടൗണിൽ ചെന്ന ദേശാവധിയുടെ അടുത്ത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ തടയാൻ ശ്രമിച്ച ആളെ ഈ പൗലോസ് എന്ന് പേരുള്ള ഈ പൗലോസിനെ പോലുള്ള നേരത്തെ പൗലോസ് പോലെ ആയിരുന്ന ആ വ്യക്തിയെ പൗലോസ് ഒത്തു നോക്കുവാണ്. നീ എന്നെപ്പോലെ ആയിരുന്നു എന്നാണ് പൗലോസ് നോക്കുന്നത്. അപ്പോൾ ഒരുപാട് നടക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണടഞ്ഞു, ഞാൻ കർത്താവിനെ അറിഞ്ഞു. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി, ഞാൻ കർത്താവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ പൗലോസ് അധികം വെച്ച് പറയുവാണെങ്കിൽ പൗലോസ് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിൻ്റെ മേൽ വീഴും. വേറെ യേശുവിനോട് പറയുക, ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിൻ്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവൻ്റെ വീണു, കൈ പിടിച്ച് നടത്തുന്നവനെ തിരഞ്ഞുകൊണ്ടാവും നടന്നു. ഇത് തന്നെ പൗലോസിനും പറ്റി, ഇപ്പോൾ ബറേശിനും പറ്റി. ഇവരെല്ലാവരും പിന്നെ കർത്താവ് അറിയാൻ പോകും. അപ്പോൾ എന്താണ് ഈ ഉണ്ടായത് ദേശാവധി കണ്ട് അങ്ങ് വിസ്മയിച്ചു പോയി.
എന്താണ് കർത്താവ് ചെറിയൊരു ടച്ച് കൊടുത്തേ ഉള്ളൂ, അങ്ങ് അന്തം വിട്ടുപോയി. അതാണ് ഇന്ന് കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് എവിടെയൊക്കെ ചെയ്യുന്നുണ്ടോ, വീര്യപ്രവൃത്തി ചെയ്യുന്നുണ്ടോ, രോഗശാന്തികൾ ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ ചെയ്യുന്നുണ്ടോ. നമുക്ക് ഒരു കാര്യം കർത്താവിനെ ആശ്രയിച്ച് നിങ്ങളോട് പറയാം. ചുമ്മാതെ വചനം പ്രസംഗിച്ചിട്ട് യാതൊരു കാര്യം, കർത്താവ് ആൾക്കാരെ ടച്ച് ചെയ്യണം. കർത്താവ് എങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട് ആൾക്കാരെ? കർത്താവ് ടച്ച് ചെയ്യുന്നത് വചനം വായിക്കുമ്പോൾ, നമ്മൾ കർത്താവിൻ്റെ വചനം പറയുമ്പോൾ കർത്താവിൻ്റെ വചനത്താലുള്ള വിശ്വാസം. പ്രൈസ് ലോർഡ്. മൈ ചെയർ ഈസ് സോ കംഫർട്ടബിൾ. അവിടെ ചെയറെന്ന് വെച്ചാൽ വലിയ കുഷ്യനൊക്കെ മേടിച്ചു, അതുകൊണ്ട് ചെയർ കംഫർട്ട്, അതുകൊണ്ടാണ് ചെറിയ വായിക്കട്ടൊക്കെ. ഞാൻ പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം നമ്മൾ എവിടെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടോ അത് കർത്താവ് അത്ഭുതങ്ങൾ കൊണ്ട് അത് സ്ഥിരീകരിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ കണ്ട് വിസ്മയിച്ച് കർത്താവിനെ അറിയുവാനും ദൈവനാമം മാത്രപ്പെടാനും കർത്താവ് ഇടവരും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വചനം പ്രസംഗിക്കുമ്പോൾ രോഗികളെ സുഖപ്പെടുത്തി, കുരുടന്മാരെ സുഖപ്പെടുത്തി, ലെപ്രസിനെ സുഖപ്പെടുത്തി, വിവിധ വ്യാധികളുള്ളവർ കർത്താവിൻ്റെ അടുത്ത് അവരെ കൊണ്ടുവന്നു, കർത്താവ് അവരെ സുഖപ്പെടുത്തി. ആ പെരയുടെ മുകളിൽ കൂടി ആൾക്കാരെ താഴോട്ടിറക്കി. കർത്താവ് അവരുടെ വിശ്വാസം കണ്ട് കൊണ്ടുവന്നയാളുടെ ഇറക്കി യോഗിയുള്ള ആളുടെ വിശ്വാസമല്ല, മുകളിൽ നിന്ന് ഇറങ്ങിയ ആളുടെ, പ്രൈസ് ദ ലോർഡ്, ഇറക്കിയ ആൾക്കാരുടെ റൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ആ മേൽക്കുര പൊളിച്ചിട്ട് താഴോട്ട് ഇറക്കിയ ആൾക്കാരുടെ വിശ്വാസം കണ്ട് കർത്താവ് അവരെ ഏൽപ്പിച്ച് നടത്തി, തടവാതിരെ ഏൽപ്പിച്ച് നടത്തി. എന്ന് പറഞ്ഞ പോലെ എവിടെയൊക്കെ കർത്താവിൻ്റെ വചനം അവിടെയൊക്കെ സ്പ്രെഡായിട്ടുണ്ടോ, അത് യേശുവിൻ്റെ കാലത്തായിക്കോട്ടെ, അത് ശിഷ്യന്മാരുടെ കാലത്തായിക്കോട്ടെ, അപ്പം അത് അന്ത്യോക്യയിലും അതേപോലെ തന്നെ സമരിയായിലും അത് ജെറുസലേമിലും സഭ ചിതറിക്കപ്പെട്ട അവസ്ഥകളിലും മൊത്തം വിശ്വാസികൾ മൊത്തം കർത്താവിൻ്റെ വചനത്തിൽ ശക്തിപ്പെട്ട്, കർത്താവിൻ്റെ വചനം ബ്ലോക്കിൻ്റെ ഇടയ്ക്കും ഈ പ്രോസിക്യൂഷൻ്റെ ഇടയ്ക്കും കർത്താവിൻ്റെ വചനം സ്പ്രെഡ് ചെയ്യുകയും തുടർമാനമായിട്ട് ആ വചനം അവിടെ പ്രസംഗിച്ച വഴിയായിട്ട് അനേകം ആൾക്കാർ അത്ഭുതങ്ങൾ കണ്ട് കർത്താവിലേക്ക് വരാനിടപെട്ടു. ഇന്നും കർത്താവിൻ്റെ വചനം മറ്റുള്ളവർക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അത്ഭുതങ്ങൾ കൊണ്ട്. അത്ഭുതമില്ല കർത്താവിൻ്റെ വചനം സ്പ്രെഡാകത്തില്ല, അടയാളമില്ല സ്പ്രെഡാകത്തില്ല, വീര്യപ്രവൃത്തിയിൽ സ്പ്രെഡാകത്തില്ല. അത് രോഗശാന്തികൾ നമുക്ക് കിട്ടേണ്ടി വരും. രോഗശാന്തികൾ കർത്താവിൻ്റെ വചനത്തിലൂടെ കിട്ടിയില്ല എങ്കിൽ ആൾക്കാരെ വിശ്വസിച്ച് കർത്താവിലേക്ക് വരാൻ അത് ചാൻസുകൾ കുറവാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അത്ഭുതങ്ങളല്ല, അടയാളങ്ങളല്ല, മറിച്ച് നമ്മൾ ഒരു കാര്യം ഓർക്കണം. ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളൊരാളാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ദൈവരാജ്യത്തിൽ ആയി. അപ്പം ഈ ബെറേശു എന്ന് പറഞ്ഞ ആൾ സംസാരിക്കാതെ ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പം ഈ ദേശാധിപതി കണ്ടിട്ട് ഉപദേശത്തിൽ അത് പൗലോസ് പറഞ്ഞ് ശരിയാണെന്ന് വിശ്വസിക്കും. കാരണം വെച്ചാൽ രണ്ടാമത്തെ കാര്യം വെച്ചാൽ മാത്യു ചാപ്റ്റർ 18:8 പറയുകയാണ്, നമ്മൾ ഭൂമിയിൽ കെട്ടും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. അഴിക്കുവാനും കെട്ടുവാനുള്ള അധികാരം നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ വിശുദ്ധ യേശുക്രിസ്തു തന്നു കഴിഞ്ഞു. ഈ വചനം എടുത്താണ് പൗലോസ് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിൻ്റെ മേൽ വീഴും, നീ ഒരു സമയത്തേറ്റ് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവൻ്റെ മേൽ വീണു, കൈ പിടിച്ച് നടത്തുന്നവരെ തിരിഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഇതാണ് പറ്റിയത്. പ്രൈസ് ലോർഡ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, നമുക്കെതിരെ ആര് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന ആരും നമുക്കെതിരെ പ്രവർത്തിച്ചാലും നമ്മളതിനെ തടയാനോ പിടിക്കുവാനോ ഒന്നും പോകേണ്ട കാര്യമില്ല. കർത്താവ് അവരെ പരിപാലിക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് അവരെ കൈപിടിച്ച് നടത്തും, കർത്താവ് അവരെ ഉയർച്ചകളിലേക്ക് നടത്തും. പൗലോസിന് എന്തുമാത്രം പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. വചനം പ്രസംഗിക്കുന്നവരെ കർത്താവ് കൈപിടിച്ച് നടത്തും. പൗലോസിന് എത്ര റിജക്ഷൻ ഉണ്ടായിരുന്നു. പൗലോസ് പുരോഹിത പ്രഭുമാരുടെ അടുത്തുനിന്ന് അധികാരപത്രം മേടിച്ചിട്ടാണ് കർത്താവിനെ പ്രവേശിക്കുന്ന ആൾക്കാരെ കൊല്ലാനായിട്ട് പോകുന്നത്, പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് പോയത്. ഈ പൗലോസ് കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പം ആ പുരോഹിത പ്രഭുമാരെ അടുത്ത് തന്നെ ചെന്നിട്ട് കർത്താവിനെ പ്രവേശിച്ചപ്പം പൗലോസിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ നമുക്കറിയാം, ഗേറ്റിന് മുകളിൽ കൂടെ പൗലോസിന് ശിഷ്യന്മാരെന്ന് വെച്ചാൽ കൊട്ടയിലൂടെ ഇറക്കി അദ്ദേഹത്തിന് രക്ഷിച്ചു. പ്രൈസ് ലോർഡ്. കർത്താവ് അവരും പാലിച്ച് നമ്മൾ കർത്താവിനെതിരെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ അനുഭവിക്കാൻ ഇടവരുത്തും. പ്രിയമുള്ളവർ, കർത്താവ് രക്ഷിക്കും, പക്ഷെ അതിൽ നിന്നെല്ലാം നമ്മൾ ആ വഴി കൂടെ നമ്മൾ കടന്നു പോകാൻ കർത്താവ് വരും, നമ്മൾ ഇടവരുത്തും കർത്താവ്. പ്രൈസ് ലോർഡ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ദേശാധി കർത്താവിനെ കണ്ട് വിശ്വസിച്ചു. ഇങ്ങനെയാണ് ആദ്യമേ നൂറ്റാണ്ടുകൾ മൊത്തം കർത്താവിനെ അറിയുവാനായിട്ട് കർത്താവ് ഇടവരുത്തിയത്. അപ്പോൾ എനിക്കിന്ന് കർത്താവ് വിശ്വാസം നിങ്ങളോട് പറയാൻ, ദൈവവചനത്തിൽ ആരൊക്കെ നമ്മൾ തടയാൻ ശ്രമിച്ചിട്ടുണ്ടോ
ദൈവവചനത്തെ ആരൊക്കെ നമ്മൾ തകർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ആ തകർക്കാൻ ശ്രമിച്ചവരില്ലാതാവുമല്ലാണ്ട് നീറോ ചക്രവർത്തിക്ക് നമുക്കറിയാം, അവരെല്ലാം ഇല്ലാതാവില്ലാണ്ട്. പിന്നെ ഹെറോദോസിനൊക്കെ നമുക്കറിയാം, അവരെല്ലാം ദൈവത്തിൻ്റെ ദൂതം തന്നെ അദ്ദേഹത്തെ തകർത്ത് കളഞ്ഞിരിക്കും. പ്രൈസ്. അപ്പം എന്ന് കഴിഞ്ഞാൽ ആരൊക്കെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, തടയാൻ ശ്രമിച്ചിട്ടുണ്ടോ, അവിടെ നല്ല വലിയൊരു കുത്തെഴുത്ത് കർത്താവിൻ്റെ വചനത്തിൽ വന്ന് അനേകം ആൾക്കാർ കർത്താവിനെ അറിഞ്ഞു. ഇഷ്ടമായൊരു പേര് കർത്താവിനെ അറിഞ്ഞു. പ്രൈസ്. അനേകം തടയാൻ ശ്രമിക്കുന്നതോറും കർത്താവിൻ്റെ വചനം ഡേ ടു ഡേ ശക്തിപ്പെട്ടു, ഡേ ടു ഡേ വ്യാപിച്ചു. എല്ലാ മേളിലും കർത്താവിൻ്റെ വചനം ഉയർന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, കർത്താവിൻ്റെ വചനത്തെ പ്രതി ആരെങ്കിലും നിങ്ങളെ തടയാൻ ശ്രമിച്ചിട്ടുണ്ടോ? പ്രൈസ് ലോർഡ്. നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രൈസ് ലോർഡ്. കർത്താവ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ ജെറമിയ ചാപ്റ്റർ 1:8, ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 1:8, നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വെടിവെക്കേണ്ടത് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ ഒരു എളുപ്പാട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഡു നോട്ട് ബി അഫ്രൈഡ് ഫോർ ദെയർ ഫേസസ്, ഫോർ ഐ ആം വിത്ത് യു ടു ഡെലിവർ യു സേസ് ദ ലോർഡ്. ഇന്ന് ജോലി മേഖലകൾ, ബിസിനസ് മേഖല, സാമ്പത്തിക മേഖല, വരുമാന മാർഗത്തിൽ ഏതൊക്കെ മേഖലകളിൽ നിന്ന് അപമാനിക്കപ്പെടുന്നുണ്ട് നിങ്ങൾ, ഏതൊക്കെ മേഖലയിൽ നിന്ന് റിജക്ഷനായിട്ടുണ്ട്, ഏതൊക്കെ മേഖലയിൽ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ഏതൊക്കെ മേഖലയിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, യേശുവിൻ്റെ വചനത്തെ ആസ്പദമാക്കി എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് വരും. നിങ്ങളവരെ പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ശക്തി തരുവാൻ ശക്തനത്രയേ നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ക്രിയേറ്റീവ് മിറക്കിൾ ചെയ്തു തരുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ ശക്തി അനന്തമാണ്. ഈ ദൈവം നമ്മളെ ഒരിക്കലും പരാജയപ്പെടുത്തില്ല, നമ്മൾ ഒരിക്കലും ഉപേക്ഷിച്ച് കളയത്തില്ല. എല്ലാ മേളും കർത്താവ് വർദ്ധിക്കുക നമ്മളെ ഇടവരുത്തും. പ്രിയമുള്ളവർ, അതുകൊണ്ട് ഒരേ ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് നമുക്ക് തടസ്സമാണ് എങ്കിൽ ഒരേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചുകൊള്ളുക, അത് കർത്താവിൻ്റെ അനുഗ്രഹം കിട്ടുന്നതിന് എതിരാണ്. പ്രാർത്ഥിക്കാൻ തടസ്സം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കെതിരെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരാനായിട്ട് ഇടവരുന്നു, നമ്മുടെ അനുഗ്രഹത്തിന് എതിരാകും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്കെതിരെ അനാവശ്യമായ കുത്തുവാക്കുകൾ, അതുപോലെ അനാവശ്യമായ വാക്കുകളൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. മറ്റുള്ളവരെ നമ്മൾ താത്തിക്കെട്ടാൻ ശ്രമിക്കരുത്. മറ്റുള്ളവരെ ശ്രേഷ്ഠമായിട്ട് കണ്ട് ഞാൻ കർത്താവിനെ അറിയുന്നതിന് മുമ്പേ മറ്റുള്ളവരെ കുറ്റപ്പെടരുത്. അത് കഴിഞ്ഞ പറ്റി ഒന്നുമില്ല. ഞാൻ ഒരാളെ പറ്റി ഒന്നും പറയാറില്ല. എന്നെപ്പറ്റി പറഞ്ഞു വരുന്നത് പാസ്റ്റർമാരാണ് എന്നെപ്പറ്റി അവരങ്ങനെ ഞാൻ എന്നോട് പറയേണ്ടെന്ന് പറയും. നാളെ ഒരു ഭാഷ പറഞ്ഞ് ഞാൻ എന്നെപ്പറ്റി ഇത്ര മോശം ഞാൻ പാസ്റ്ററിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു മറ്റുള്ളവരോട്, അവർ ഊതിരിച്ച് എന്നെപ്പറ്റി വേറെ ഭാഷ പറഞ്ഞു കേൾപ്പിക്കാൻ എന്നെപ്പറ്റി പറഞ്ഞെന്ന് വിചാരിക്കണം. എനിക്കത് അറിയത്തില്ല. അതുകൊണ്ട് അദ്ദേഹം പറയാം എന്നോടൊന്ന് ക്ഷമിക്കണമെന്ന് പറയുക. ഞാൻ ഭാഷനെ പറ്റി മോശമായിട്ട് ഒത്തിരി പറഞ്ഞിട്ട് എന്നോട് ക്ഷമിക്കണം. നോക്കണേ, കർത്താവിൻ്റെ അഭിഷിക്തനാന്ന് ഓർക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളോട് കുഴപ്പമൊന്നുമില്ല സഹോദരാന്ന് പറയും. കർത്താവിന് പക്ഷേ ഇതാണ്. അപ്പോൾ അദ്ദേഹം ഭയങ്കര വെളിപാടും കാര്യങ്ങളൊക്കെ ഉള്ളു. അദ്ദേഹത്തിന് ഉയരാൻ പറ്റുന്നില്ല. ഹീസ് ഹാവിങ് ദ റെവലേഷൻ, ഹീസ് ഗെറ്റിംഗ് ദ റെവലേഷൻസ്, ഹീസ് ഗെറ്റിംഗ് ദ റെവലേഷൻ ഫ്രം ഗോഡ്, ബട്ട് ഹീ കനോട്ട് ഗ്രോ. ഹീ സ്റ്റാൻഡിങ് അഗൻസ്റ്റ് ദ ചർച്ച് പാസ്റ്റർ. He is saying something against, he is murmuring against the ministry. അതാണ് നമ്മൾ മിനിസ്ട്രിക്കെതിരെയും ദേവദാസന്മാർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കുഴി നമുക്കൊന്നും നമ്മളത് നിൽക്കും. കർത്താവ് നിങ്ങളെ രക്ഷിക്കും, ശരി തന്നെയാണ്. ഗോഡ് വിൽ പ്രൊട്ടക്റ്റ് യു, യു കനോട്ട് ഗ്രോ. പ്രൈസ് ദ ലോർഡ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, കർത്താവിൻ്റെ വചനത്തിൽ പ്രസംഗിക്കുന്നയാളെ നമ്മൾ വെറുതെ വിടണം. പ്രൈസ് ദ ലോർഡ്. ഇപ്പം എനിക്കൊരിക്കലും എൻ്റെ ശത്രുക്കൾ എന്നെ എത്രമാത്രം തകർക്കാൻ ശ്രമിച്ചു. എനിക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. എന്നെ സോൾസെറ്റുമാർ എന്നെ എന്നെ ഇവിടെ UK നിന്ന് കയറ്റി വിടാൻ ശ്രമിച്ചു. സോൾസെറ്റുമാർ തകർക്കാൻ ശ്രമിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് തക്ക സമയത്ത് എനിക്ക് വെളിപാട് തരുമായിരുന്നു, ഇന്ന സോൾസെറ്റ് മാറണം. എല്ലാം അതുപോലെ ചെയ്ത് ഞാൻ. പ്രൈസ് ലോർഡ്. എന്നെ തകർക്കാൻ ശ്രമിക്കുക, അവർ തകരമില്ലാണ്ട് എനിക്കൊന്നും പറ്റത്തില്ല. അനുദിനം കർത്താവിൻ്റെ ശക്തിയിൽ ഞാൻ ശക്തിപ്പെടും, കർത്താവിൻ്റെ വചനത്തിൽ ഞാൻ ശക്തിപ്പെടും. എല്ലാ മേളും ഞാൻ വർദ്ധിക്കും. എൻ്റെ വർധനത്താർക്ക് ഒരു വ്യക്തിക്കും പറ്റത്തില്ല പ്രിയമുള്ളവരെ. കാരണം വാഴ്ത്തത്വം എന്നെ കിടക്കുന്നു. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ അനുഗ്രഹിക്കപ്പെടും, ബിസിനസ്സിൽ അനുഗ്രഹിക്കപ്പെടും, സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടും, വരുമാന മാർഗത്തെ അനുഗ്രഹിക്കണം. എല്ലാ മേഖലയും അനുഗ്രഹിക്കണം. ഇൻ ഓൾ ദി ഏരിയാസ് ഐ വിൽ ഗെറ്റ് ഫ്ലറിഷ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ രുത്താത്തക്കന ബുരത്തീത്തക്കന ശീച്ചത്തപ്പത്തക്കന ദുരത്തീത്തക്കനി. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, എസ്പെഷ്യലി ഐ പ്രേ ഫോർ വൺ സിസ്റ്റർ Don, brother Don. I pray for him. I pray for his life. The medical science told he will live for 1 month. I declare extending his life in the name of Jesus Christ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഞാൻ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിനകത്ത് അനുഗ്രഹിച്ച് പ്രത്യേകിച്ച്
വചനം കേൾക്കുന്ന ആൾക്കാർ കർത്താവിൻ്റെ ശക്തി വരട്ടെ, കൃപ വരട്ടെ, ദിവ്യജ്ഞാനത്തെ നിറയട്ടെ, പരിജ്ഞാനത്തെ നിറയാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ്. എങ്ങളുടെ പരിജ്ഞാനത്തെ അവർ നിറയട്ടെ കർത്താവ്. വചനത്തിൻ്റെ വെളിപാട് ലെവലിലേക്ക് വരട്ടെ കർത്താവ്. ആത്മീയമായിട്ട് നിറയട്ടെ കർത്താവ്. എല്ലാ മേഖലകളും കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. അങ്ങനെ ഒത്തിരി ആൾക്കാർ കർത്താവിനെ അറിയട്ടെ. രോഗമുള്ള ആൾക്കാരിലേക്ക് കർത്താവിൻ്റെ ശക്തി ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലാത്ത കാര്യങ്ങൾ ചെയ്തോ. കർത്താവ് നിങ്ങൾക്ക് രോഗസൗഖ്യം നിന്ന് നിങ്ങളെ വിടുവിക്കാണ്ട് പോകാം. അപ്പോൾ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ടുമാറോ ഐ വിൽ ബി preaching in London. Okay, gospel and preaching in London. God bless you everybody. There will be street ministry and tomorrow every day non-stop gospel revival. Praise the Lord. Please join with me. If any of the testimony if you are having, please contact to me. If any of the country, it doesn't matter. Okay, you can share your testimony. You can be the part of our choir team. Praise the Lord. And if any of the pastors are doing independent ministry, please contact to me. You can join with me in the Shake the Nations. I can give you encouragement. Okay, എൻ്റെ മിനിസ്ട്രി ആയിട്ട് നിങ്ങൾ മോസ്റ്റ് വെൽക്കം. ഓക്കെ, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പ്രഘോഷിക്കാം. അതേപോലെ യു കെയുടെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാർ, ദോസ് ഹു ആർ വാച്ചിങ് ഓൺലൈൻ ദ ഡിഫറെൻറ്റ് പ്ലേസസ് ഇൻ UK, you can contact me. I can start a fellowship there. The will of the Shake the Nations intention is the God's vision, the vision which our God gave. Plant the fellowship in all the cities, right? Especially I want to start the fellowship in UK cities. So please pray for me. Keep me in your prayer. അങ്ങനെ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. God bless you. Okay, see you tomorrow at 6 PM UK time. Praise the Lord. English message 6 PM to 7:30 PM. ടുമാറോ വലിയൊരു കർത്താവിൻ്റെ വലിയ ദേവദാസനാണ് ടുമാറ വർത്താന വചനം പ്രസംഗിക്കുന്നത്. അത് സാംകുട്ടി പാസ്റ്ററാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രസംഗിക്കാൻ 6 മണി തൊട്ട് 7:30 വരെയും പ്രീച്ചിങ് ഇൻ മലയാളത്തിൽ പ്രസംഗിക്കുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഹല്ലേലൂയ മാഗസിൻ്റെ പേപ്പറിൻ്റെ എഡിറ്ററാണ് സാംകുട്ടി പാസ്റ്റർ. അപ്പോൾ എല്ലാവരും വരണം. തുടർമാനായിട്ട് വലിയ വലിയ ദേവദാസന്മാർ ഈ പ്ലാറ്റ്ഫോമിൽ വരും പ്രസംഗിക്കാനായിട്ട്. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless you. See you tomorrow at 6 PM UK time. Gospel revival in English and Malayalam. Okay, അത് കഴിഞ്ഞ് തുടർമാനമായിട്ട് നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രമിക്കാം. God bless you എല്ലാവരെയും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you.